നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ്, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തോ ഒരു സംശയമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിന് ക്ലാരിഫിക്കേഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ തരില്ല. മറ്റാരോടും ചോദിക്കാനുള്ള സിറ്റുവേഷൻ അല്ല നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ മനസ്സിലുള്ള സംശയം അത് ശരിയാണോ തെറ്റാണോ, ശരിക്കും അത് നിങ്ങളുടെ സംശയം മാത്രമാണോ, അത് ശരിക്കും ആക്ച്വലി ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ചില കാര്യങ്ങളാണോ, വാസ്തവങ്ങളാണോ, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയാണത്. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. 1, 2, 3 ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുന്നത് നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായോ? അത് ശരിയാണോ തെറ്റാണോ എന്ന് അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കും. ഇനിയിപ്പോൾ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ കഴിയുമോ എന്നാണ്. ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ, നിങ്ങളുടെ തോന്നലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് തരാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ കാർഡ് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റുകയാണ്. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫ്ലും കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഓറക്കൽ മെസ്സേജ് എടുക്കാം. ഭഗവാനെ, വാങ്ങു വിളിക്കുന്നുണ്ട്. ഭഗവാനെ, സോറി, എനിക്ക് തൊണ്ടയിൽ കുത്തുന്നു. എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നാണ് ആദ്യത്തെയാണോ ഇനി കാർഡ്സ് വരുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ശാന്തതയാണെങ്കിൽ അത് ഈ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ശാന്തതയില്ലേ, അതാണെന്നാണ് പറയുന്നത്. ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മറക്കരുത്. നിങ്ങൾ എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നതാണെങ്കിലും, ഹെൽത്തും ഭക്ഷണവും ഉറക്കവും മാക്സിമം നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ഇപ്പോൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കുള്ളിൽ പേടിയുണ്ട് ഇത് സക്സസ്ഫുൾ ആകുമോ എന്ന്. പേടിക്കണ്ട, തുടങ്ങിക്കൊള്ളാനാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയൊരു ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട്. ആ നാശനഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറേ അറിവുകൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതം അതോടുകൂടി മാറുമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്ന് മിസ്യൂസ് ഓഫ് പവർ. നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മളുടെയും മറ്റുള്ളവരുടെയും നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം, അവരെ ഉപയോഗിക്കരുത് എന്നും കൂടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർ ഓറക്കൽ മെസ്സേജ് ദൈവം തന്നത്. ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് നോക്കാം. ഏസ് ഓഫ് സ്വേർഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, സംസാരിക്കുമ്പോൾ എനിക്കൊരു കെട്ട് വീഴുന്നുണ്ട്. ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു പുതിയൊരു ഐഡിയ, പുതിയൊരു സിറ്റുവേഷനെ കുറിച്ച് ഒരു ക്ലാരിറ്റി, ഇതൊക്കെയാണ് ഏസ് ഓഫ് സ്വേർഡ്സ് പറയുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ ചില സമയത്ത് ഇത് ഒരു ഓപ്പറേഷനോ
സർജറി അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം എന്നൊക്കെ അസുഖത്തിൻ്റെ ഇത് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സർജറി വേണോ വേണ്ടോ എന്ന് വെച്ചാൽ ഈ കാർഡ് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ് എന്നാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ ഏസ് ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. ഇത് പക്ഷേ ഒരു പീസ്ഫുൾ ഒലിവ് ലീവ്സ് ആണ്. ഒലിവ് ലീവ്സ് എന്ന് പറയുമ്പോൾ പീസ്ഫുൾ ആണ്, ഒരു പുതിയൊരു കമ്മ്യൂണിക്കേഷൻ. നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം പോട്ടെ, നമുക്ക് പുതിയതായിട്ട് രണ്ടാമത് നമുക്ക് സംസാരിച്ച് നോക്കാം തമ്മിൽ എന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ 6 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 6 ഓഫ് സ്വേർഡ്സ് അപ്രൈറ്റ് പറയുമ്പോൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ഇനി എനിക്ക് സംസാരിക്കാൻ സമയമില്ല, ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചാൽ, അപ്പോൾ ഇത് ഹാർട്ട് ബ്രേക്കിൻ്റെ എന്തോ ഒരു സിറ്റുവേഷനാണ്. 3 ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച് അത് സോൾവ് ചെയ്യണം. പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ചാൻസും കൂടെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മൊത്തം സ്വേർഡ്സ് ആണ്. ഈ പേഴ്സണിൻ്റെ മനസ്സിലെ ചിന്തകളാണ് ഇത് കാണിക്കുന്നത്. അക്വേറിയസ്, ലീബ്ര, ജെമിനി, കേട്ടോ. അപ്പം അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെ എനർജി, ഇപ്പോഴത്തെ ചിന്ത, ഒരു മാനസിക നില, ഒരു ചിന്ത ഇപ്പോഴത്തെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ് സംശയിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നമുക്ക് ആദ്യം ഷഫിൾ ചെയ്യണം ഈ കാർഡ്സ്. സോറി, അതുകൊണ്ടാണ് കാർഡ്സ് വീണുകൊണ്ടിരുന്നത്, എനർജി ശരിയല്ലാത്തതുകൊണ്ട്. ഷഫിൾ ചെയ്യാണ്ട് ചെയ്യാൻ പോയത് കൊണ്ടാണ് ഭഗവാനെ. ഷഫിൾ ചെയ്യുമ്പോൾ എനർജി ഡിസ്പേഴ്സ് ആവും, പുതിയ എനർജി നമുക്ക് കിട്ടും ഇവിടെ. അതാണ് കാർഡ്സ് ഷഫിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എനർജി ബ്ലോക്ക് ആയിട്ടിരിക്കും. ഭഗവാനെ നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓക്കെ, നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നിങ്ങൾ ഒരു ഇത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ചില സമയത്ത് സ്റ്റുഡൻസ് ആയിരിക്കാം, ഒരു പുതിയൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനിങ്ങിന് പോകുന്ന ഒരാൾ, അതല്ലെങ്കിൽ പേഴ്സണ് പുതിയൊരു കാര്യം കിട്ടി, ഫിനാൻഷ്യൽ ഒരു സിറ്റുവേഷൻ കിട്ടിയിട്ട് അതിനെക്കുറിച്ച് ഗഹനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സംശയം ഈ പേഴ്സണ് പുതിയതായിട്ട് ഫിനാൻഷ്യസ് റിലേറ്റഡ് ആണ്. ചിലപ്പോൾ ഓഫീസിൽ പുതിയൊരു റിലേഷൻഷിപ്പ് കിട്ടിയിട്ടുണ്ടോ, ഈ പേഴ്സൺ അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ, അവിടെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ നിങ്ങളുടെ സംശയം ഇതാണ്, ഈ പേഴ്സണ് പുതിയതായിട്ടൊരു റിലേഷൻഷിപ്പ് ഓഫീസിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ തമ്മിൽ സംസാരമുണ്ടായി, തർക്കമുണ്ടായി, രണ്ടുപേരും ഭയങ്കരമായിട്ട് രണ്ടുപേരെയും ഹേർട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു, രണ്ടുപേരെയും ഇൻസൾട്ട് ചെയ്തു, മനസ്സിലായോ? അത് ദേഷ്യത്തിൻ്റെ ആ സമയത്താണ് നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്യുക. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ജയം കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും ഒരാൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ അതിന് സാധ്യം പറയുമെങ്കിൽ പിന്നെ നമുക്ക് ദേഷ്യവും, ഓക്കെ അങ്ങനെ വിചാരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ, മനസ്സിലായോ? അപ്പം മറ്റേയാൾക്ക് ദേഷ്യവും, ആഹാ അങ്ങനെ ഉണ്ടല്ലേ, അപ്പോൾ മനസ്സിലായി. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ അതുപോലെ, നിങ്ങളുടെ സംശയം പേഴ്സണ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. പക്ഷെ പേഴ്സൺ പറയുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം, രണ്ടുപേരും ഹേർട്ടായി എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സംശയം. ഇത് ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് 2 ഓഫ് കപ്സ് ആണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. അപ്പോൾ അത് ഈ പേഴ്സൺ ഉപേക്ഷിക്കുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. ഇങ്ങനൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വന്നാൽ നിങ്ങൾക്കതൊരു പ്രശ്നമാകും, നിങ്ങളെ ഈ പേഴ്സൺ ഉപേക്ഷിക്കും എന്നൊരു സംശയമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരും തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷെ എവിടെന്നോ ഒരു റൂമർ കേട്ടപ്പോൾ നിങ്ങൾക്കത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പേഴ്സൻ്റെ ഫോട്ടോ കാണുകയോ മൊബൈലിൽ, ഇവരെന്തെങ്കിലും പാർട്ടി, ഓഫീസ് ആകുമ്പോൾ പാർട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിനിടയിൽ രണ്ടുപേരും കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുകയോ എന്തെങ്കിലുമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു മനസ്സിന് ഭയങ്കരമായിട്ട് വേദനയായിട്ട് നിങ്ങൾ അവിടെ ബഹളം ഉണ്ടാക്കുകയാണ്.
അപ്പം രണ്ടുപേരും വഴക്കായി. പേഴ്സൺ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സൗകര്യമില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതാണ് കാണിക്കുന്നത് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സത്യമാണോ അല്ലയോ, അതാണ് നമ്മൾ നോക്കുന്നത്. അല്ല എന്നാണ് പറയുന്നത്. ഇവർ ഒപ്പം വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ ഇവർ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഇവർ സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ ഒപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ പോകാറുണ്ട്. രണ്ടുപേരും കമ്മിറ്റഡ് ആണ്, രണ്ടുപേർക്കും അവരുടെ ലിമിറ്റ് അറിയാം. അപ്പം അതിനപ്പുറത്തേക്ക് രണ്ടുപേരും പോകാറില്ല. പക്ഷെ കൊളീഗ്സ് ആകുമ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ അവരോട് ഇനി മേലാ മിണ്ടരുതെന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ അത് പറ്റില്ല. കാരണം ഒരേ ജോലിയിൽ ഒരേ കമ്പനിയിൽ ഒരേ റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാകുമ്പോൾ നമുക്ക് ഒരാളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കാൻ പറ്റില്ല. അവരോട് വെറുതെ നമ്മളോടൊരു പ്രശ്നമില്ലാത്ത ആളെ നമുക്ക് ജോലി സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ പേഴ്സൻ്റെ സിറ്റുവേഷൻ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവരോട് സംസാരിക്കുന്നത്. കാരണം അവരോട് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പലരുമായിട്ടും സംസാരിക്കേണ്ടി വരും, പല ഓഫീസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പോൾ ഡെത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ സംശയം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംശയം തെറ്റാണെന്നാണ് പറയുന്നത്. നിങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കുന്നത് കൊണ്ടും നിങ്ങൾ ഭയങ്കര പൊസസീവ് ആയതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ജോലി ഉണ്ടോ? ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളായിരിക്കാം, അപ്പോൾ പേഴ്സൺ ആയിരിക്കാം ജോലിക്ക് പോകുന്നത്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ എൻഗേജ്ഡ് ആവുക, അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംശയം വരുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ നാക്കൊന്ന് ഒതുക്കണം. മനസ്സിലായി? വളരെ ഡയറക്റ്റ് ആയിട്ടാണ് നിങ്ങൾ പറയുന്ന പേഴ്സണോട് ഭയങ്കരമായ സ്നേഹമുണ്ട്, പക്ഷേ ഈ സ്നേഹം ഒരു പ്രാരാബ്ധമായിട്ട് മാറരുത്. ആ പേഴ്സണ് വേണ്ട സ്പേസ് കൊടുക്കണം. എല്ലാവർക്കും സ്പേസ് വേണം. ഇപ്പോഴത്തെ ജനിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും സ്പേസ് വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സമയം വേണം, കാര്യങ്ങൾ ചിന്തിക്കാൻ. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പോൾ അവരുടേതായ സ്പേസ് വേണം അവർക്ക്. മനസ്സിലായോ? നമ്മളെപ്പോഴും അവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം, നമ്മൾ പറയുന്നത് കേൾക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഈ പേഴ്സണെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തെറ്റൊന്നും ചെയ്യുന്നില്ല, ആ പേഴ്സണ് വേണ്ട സ്പേസ് കൊടുക്കുക. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ സംശയം അസ്ഥാനത്താണെന്നാണ് പറയുന്നത്. ഇവിടെ സ്കോർപിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ഇവിടെ ഒരു തെറ്റും നടക്കുന്നില്ല, നിങ്ങളുടെ സംശയം മാത്രമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആവശ്യമില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നില്ല. നിങ്ങളുടെ നെയ്ബറിൻ്റെ ലൈഫിൽ ഉണ്ടാവുന്നത്, നിങ്ങൾ സീരിയലിൽ കാണുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം എന്നില്ല. സിനിമ കാണുന്നതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ല. മനസ്സിലായോ? അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ നടന്നാലോ എന്നൊരു ടെൻഷൻ കൊണ്ടാണ് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഭയങ്കര കമ്പാഷനറ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര ഇഷ്ടമാണ്. യൂണിവേഴ്സ് പറയുന്ന സ്നേഹം കൊടുക്കുക, സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ സ്നേഹം കൊടുക്കുക. സ്നേഹം ഒരു പ്രാരാബ്ധമായിട്ട് വരരുത്. ഇവിടെ മജീഷ്യൻ റിവേഴ്സ്, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ പേഴ്സണെ. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കണം. സ്നേഹത്തിൻ്റെ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയാം, നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മളെ തന്നെ ഈ ക്വീൻ ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ക്വീൻ ഓഫ് കപ്സിനെ നിങ്ങളുടെ സ്നേഹം ഒരു പ്രാരാബ്ധമായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സ്മൊദറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അമ്മ മക്കളെ സുരക്ഷിതരാക്കാൻ നോക്കും, പക്ഷേ ഒരു വിനോദസഞ്ചാര സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർക്കിൽ പോയിട്ട് അവൻ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ മക്കളെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോകുമ്പോൾ വീഴും ഓടല്ലേ. മനസ്സിലാവുണ്ടോ? വീഴണം കുട്ടികൾ, അതിൽ നിന്നാണ് അവർ പഠിക്കുന്നത്. വീഴുമ്പോഴാണ് എങ്ങനെ വീഴാതിരിക്കാം എന്നതൊക്കെ. നമുക്ക് അസുഖങ്ങൾ വന്നാൽ മാത്രമേ നമ്മളുടെ ശരീരത്തിലുള്ള ആൻറ്റിബോഡീസ് പ്രവർത്തനം തുടങ്ങുള്ളൂ. അപ്പോഴങ്ങനെയാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുക. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത, അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താ പറയുക മനുഷ്യരാണെങ്കിലും എല്ലാം ഓവർ പ്രൊട്ടക്റ്റീവ് ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങും. ആൾക്കാർക്ക് അത് മടുപ്പാവുകയും ചെയ്യും, ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള ഫ്രീഡം എല്ലാവർക്കും കൊടുക്കുക.
നിങ്ങളും ഒന്ന് ശ്വാസം എടുക്കുക. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞത് സെൽഫ് കെയർ. നിങ്ങൾ വല്ലരുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് അയ്യോ ഞാൻ എൻ്റെ കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് അപ്പം പിന്നെ ആ പേഴ്സന്റെ മനസ്സിൽ ഞാൻ ആവശ്യപ്പെട്ടോ എന്നൊരു ചോദ്യം വരും. അതല്ല ഉദ്ദേശിക്കുന്നത്. വളരെ വൃത്തികെട്ട ചോദ്യമാണ്. നമുക്ക് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിനോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. പക്ഷേ നമ്മളെ ഫോഴ്സ് ചെയ്ത് നമ്മളെ വായിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടാണോ അത് ചെയ്തത് എന്ന് പറയിപ്പിക്കുമ്പോൾ അത് ആ പറയിപ്പിക്കുന്ന ആളുടെ പ്രശ്നമാണ്, പറയുന്ന ആളുടെ അല്ല. അയാൾക്ക് വിഷമമുണ്ട്, എന്നാലും പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം അതൊരു ജഡ്ജ്മെന്റൽ ആക്കരുത്, ഒരു കൺട്രോളിങ് ഇഷ്യൂ ആക്കരുത്. സ്നേഹം പ്രകടിപ്പിക്കുക, അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നശിച്ചു പോകും. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് നിങ്ങളുടെ. ഇവിടെ ലവേഴ്സ് റിവേഴ്സ് ആണ് വരുന്നത്. ഇങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതൽ അവരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജെമിനായി, ഇവിടെ സ്ട്രോങ് ജെമിനായി, സ്കോർപ്പിയോ പിന്നെയും സ്കോർപ്പിയോ. ഇതൊരു ജെമിനായും സ്കോർപ്പിയോയും തമ്മിലുള്ള പ്രശ്നമാണോ എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ആവണമെന്നില്ല, വേറെ സോഡിയാക് സൈനും ആവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ശ്രദ്ധിക്കുക കേട്ടോ. ആരുടെയും ജീവിതം നമുക്ക് പിടിച്ചു കെട്ടിവെക്കാനുള്ളതല്ല, ആൾക്കാർ ഓടിക്കളയും. ഓക്കെ, അപ്പോൾ അത് ഒന്നാമത്തെ റീഡിങ് കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, അതാണ് ഈ കാർഡ്. നമ്മൾ ആദ്യം ഓറക്കിൾ മെസ്സേജ് ആണ് ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭഗവാനെ, ദേവിയമ്മേ മഹാമായ, ഒരു ഷഫിളും കൂടി ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ, ഓക്കെ ഭഗവാനെ, നമുക്ക് കാർഡ്സ് നോക്കാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണ്? ഓക്കെ, ഇവിടെ മിസ്യൂസ് ഓഫ് പവർ. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എല്ലാവരുടെയും ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്യണം, ഒരാളെയും ദ്രോഹിക്കാൻ യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളുടെ ലൈഫിലുള്ള ആളുമായിട്ട് സ്നേഹം പുതുക്കാനായിട്ടുള്ള സമയം വരുന്നുണ്ട്. ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം മാറി പുതിയൊരു എന്താ പറയുക ഫേസിലേക്ക്, PHASE, നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകാൻ പോകുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ദൈവം നിങ്ങൾക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കണം. സെൽഫ് കെയർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശാന്തമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ശാന്തമായിട്ടുണ്ടെങ്കിൽ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഭഗവാനെ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ മനസ്സിലുള്ള ആളുടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആളെക്കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ പേഴ്സൻ്റെ എനർജി. ഫൂൾ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഫൂൾ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കൈവിട്ട് കളയാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു റിസ്ക്കും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല സിറ്റുവേഷനിൽ. വിശ്വാസമില്ലായ്മ, അതാണത്. അക്വേറിയസ്, ഏരീസ്, സോഡിയാക് സൈൻ ആണത്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഭഗവാനെ, എന്തുകൊണ്ടാണ് ഇവിടെ ഫൂൾ കാർഡ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്? ഇവരുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജിയുടെ കാര്യം നോക്കുമ്പോൾ ഭഗവാനെ, ഭഗവാനെ,
ഫൂൾ കാർഡ് എന്തുകൊണ്ടാണ് റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ? ജഡ്ജ്മെന്റ്, റീകൺസീലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല മാറിപ്പോകാൻ പോകുന്നത്. ഈ പ്രശ്നം ഒഴിവാക്കിയെടുക്കണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, സൺ ഹാപ്പിനെസ് ആണ്. ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല. നിങ്ങൾ പോയതോടുകൂടി ഈ പേഴ്സണിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന സന്തോഷം എല്ലാം പോയി. അപ്പോൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, രണ്ടും കൽപ്പിച്ച് ഓടിച്ചാടി അങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലാൻ ചെയ്തതിന് ശേഷമേ വരാൻ പോകുന്നുള്ളൂ. മനസ്സിലായോ? ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ടൊന്ന് കെട്ടടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേഴ്സൺ ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ജഡ്ജ്മെന്റ് കാർഡാണ് വന്നേക്കുന്നത്. അപ്പോൾ കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ടേ ആ പേഴ്സൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വഴക്കിട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഫോൺ ചെയ്ത് പിന്നെയും അത് വഴക്കിലേക്ക് പോകും. അതൊന്ന് കെട്ടടങ്ങാനുള്ള ഒരു സമയം വേണം. ഇതെല്ലാം മൂന്നും വളരെ സ്ട്രോങ് ആയ കാർഡുകളാണ്. ഇത് ലിയോ ആണ്, ഇത് സ്കോർപ്പിയോ ആണ്, ഇത് അക്വേറിയസ് ഏരീസ് ആണ്. അപ്പോൾ ലിയോ സൺ ആണ്, ഹാപ്പിനെസ് ആണ്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ റീകൺസിലിയേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് മരിച്ച ആത്മാക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി മുസ്ലിംസിന് ജിബ്രേൽ എന്ന് പറയും, ക്രിസ്ത്യാനികൾക്ക് ഗബ്രിയേൽ എന്ന് പറയും. ഹിന്ദുക്കളിൽ അതൊന്നും പറയാറില്ല, എനിക്ക് അറിഞ്ഞൂടാ അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ മാലാഖ വന്ന് കാഹളം ഊതും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിച്ച് നേരെ നിങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങൾ എത്രമാത്രം ശരി ചെയ്തു, നന്മ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം തിന്മ ചെയ്തിട്ടുണ്ടെന്നുള്ള ജഡ്ജ്മെന്റ് അവിടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊരു വിശകലനം നടക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ. പക്ഷേ ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല എന്നാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ശരിയായിരിക്കും അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സംശയിക്കുന്നത് എന്താണ്? നിങ്ങൾ സംശയിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. എന്താണ് നിങ്ങൾ സംശയിക്കുന്നത് ഭഗവാനെ? നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? ഈ പേഴ്സൺ പഴയ റിലേഷൻഷിപ്പ്, ഈ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ചെറുപ്പത്തിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. ഒരു എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒപ്പം പഠിച്ച ആരോ, ഒപ്പം ജോലി ചെയ്തിരുന്നവരാരോ. ചില വർഷങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ ഉള്ള ഏതോ ഒരു റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ പേഴ്സൺ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് അവരുമായിട്ട്. ഇപ്പോഴും അവരുമായിട്ട് റീകൺസൈൽ ചെയ്യാൻ, അവരുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. നിങ്ങളെക്കാളും കൂടുതലും അവരെയാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹിക്കുന്നത്, അവരുമായിട്ടൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ഡെവിൾ. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ പേഴ്സണ്. പക്ഷേ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സണെയാണ് ആഗ്രഹിക്കുന്നത്. അത് വളരെ ഒബ്സെസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആ പേഴ്സണെ, മറ്റേ പേഴ്സണെ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ അങ്ങനെ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ കിട്ടുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കിട്ടുകയൊക്കെ ചെയ്തോ? എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണൽ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഇനി ഇത് പഴയ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ നിങ്ങളൊരു പേഴ്സൺ നോക്കുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ കാർഡ് നോക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഈ സംശയം, നിങ്ങളുടെ പേഴ്സൺ വേറൊരാളുമായിട്ട് സ്നേഹത്തിലാണ്, ആ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന നിങ്ങളുടെ ചിന്ത ശരി വാസ്തവമാണോ അല്ലയോ? അത് വരുമ്പോഴാണ് ഇവിടുത്തെ ഈ കാർഡ്സിന്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംശയം സത്യമാണോ? അല്ല, നിങ്ങളുടെ തോന്നലാണത്.
ഈ പേഴ്സൺ പഴയ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ച്, നമ്മൾ എപ്പോഴും പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളെ നമ്മൾ സ്നേഹിക്കുന്ന അഗാധമായി വളരെ റെയർ ആയിട്ട് മാത്രമേ ആ റിലേഷൻഷിപ്പ് 10-20 വർഷങ്ങൾക്ക് ശേഷവും അതേപോലെയുള്ള ഫീലിംഗ് നമുക്ക് അവരോട് വരുള്ളൂ. മനസ്സിലായോ? നമ്മൾ അവിടെ നിന്ന് പോയി, ആ റിലേഷൻഷിപ്പ് പോയി, നമ്മൾ മുമ്പോട്ട് പോയി, നമ്മൾ വിവാഹം കഴിച്ചു, നമുക്ക് കുട്ടികളും ഭർത്താവും ഭാര്യയും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ജീവിതത്തിൽ മുഴുകി കഴിയുമ്പോൾ ഇവരെ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും, പഴയ ഒരു സിറ്റുവേഷൻ. അല്ലാതെ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ ഉള്ള ഫാമിലി എല്ലാം ഉപേക്ഷിച്ച് അവരെ വിവാഹം കഴിച്ച് അവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കണമെന്ന് ആലോചിക്കുന്നവര് ഒരു മേ ബി ഒരു 2% ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ആൾക്കാർ പ്രാക്ടിക്കലാണ്, എല്ലാവരും ഇമോഷണൽ അല്ല. നിങ്ങളുടെ പേഴ്സൺ അവരോട് സംസാരിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവാം, അവരുമായിട്ട് വാട്സാപ്പിൽ സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ നിങ്ങളോടുള്ള സ്നേഹം അവിടെ കുറയുന്നില്ല. നിങ്ങളായിട്ട് കുറക്കാതിരിക്കുക. മനസ്സിലായോ? നിങ്ങൾ വിചാരിക്കുന്ന കാര്യം തെറ്റാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇത് ചിലപ്പോൾ ഈ പേഴ്സണിന്റെ ജീവിതത്തിലുള്ള, അല്ലെങ്കിൽ ഈ പേഴ്സണിന്റെ പണ്ടത്തെ ആള് എക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴയ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ആരും ആയിക്കോട്ടെ, അവര് വളരെ ദൂരെയാണ്. അവര് ചിലപ്പോ കടല് കടന്ന് അപ്പുറത്തായിരിക്കാം അവര്. മനസ്സിലായി? ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് ഒരു മനസ്സമാധാനം. ചിലപ്പോൾ അവർ ഡിവോഴ്സി ആയിരിക്കാം, ഭർത്താവ് മരിച്ച അല്ലെങ്കിൽ ഭാര്യ മരിച്ച ആരെങ്കിലും ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു പഴയ ഒരു കണക്ഷൻ, നമുക്ക് പണ്ട് നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സഹായിക്കും. അത് നമുക്ക് ഇപ്പോഴും അവരോട് സ്നേഹമാവണം എന്നില്ല, സഹതാപമാവാം, പണ്ടത്തെ ഓർമ്മകളിൽ അതുകൊണ്ടാവാം, പണ്ട് അവരെന്നെ എന്തോരം സഹായിച്ചിട്ടുണ്ട്, ഞാൻ സഹായിക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത കൊണ്ടാവും. ഇതൊക്കെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട്. ഇപ്പൊ ഇവർ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്, അവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്, അവർ നിങ്ങളുടെ പേഴ്സൺ ആ കാര്യത്തിൽ ഒബ്സസ്ഡ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഈ പേഴ്സണോട് നിങ്ങൾ അവരോട് സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ആ പേഴ്സൺ അവരോട് സംസാരിക്കുക, അത് പണ്ടത്തെ ആ കടപ്പാടാണിത്. മനസ്സിലായി? അല്ലാതെ സ്നേഹമല്ല. നിങ്ങളുടെ പേഴ്സണ് അവരോട് എന്തോ ഒരു കടപ്പാടുണ്ട്, അതുകൊണ്ടാണ് അവരെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുമ്പോൾ അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചെയ്യാതെ ഒളിച്ച് ചെയ്യുന്നത്. അത് നിങ്ങൾ കാരണമാണ്. ഒളിച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നത്, അത് കള്ളത്തരമായിട്ട് മാറും. ആ പേഴ്സൺ അത് ഉദ്ദേശിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് സംശയമുണ്ടെന്നാണ് പറയുന്നത്. ഇത് കിങ് ഓഫ് വോൺസ് ആണ്. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമുള്ള എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ആ പേഴ്സണെ കാത്തിരിക്കുകയൊന്നുമല്ല. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിനെ സഹായിക്കുന്നു, അത്രയേ ഉള്ളൂ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ഇനി അപ്പോൾ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? എല്ലാ റിലേഷൻഷിപ്പും മുഴുവൻ നശിപ്പിച്ച് കളയാൻ നോക്കുകയാണോ നിങ്ങൾ? നിങ്ങളുടെ ഒരു 10 ഓഫ് കപ്സ് ആണ്. അതെന്നും അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് മാറാൻ പാടില്ല. അപ്പോൾ ഇവിടെ ലോങ് ടേം പ്ലാൻ ഒന്നും നിങ്ങൾ, എന്താ പറയാ, നിങ്ങളൊരു റിലേഷൻഷിപ്പ് ഉയർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് 10 വർഷത്തിന് ശേഷം. നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദിക്കും 5 വർഷത്തിന് ശേഷം നിങ്ങൾ എവിടെ കാണുന്നു നിങ്ങളെ ചോദിക്കും. അപ്പോൾ നിങ്ങളെ CEO ആവും, മാനേജർ ആവും എന്നൊക്കെ പറഞ്ഞ് ബ്ലഫ് ചെയ്യും. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ. നമ്മൾ വളരെ പോസിറ്റീവ് ആയിരിക്കണം. 10 വർഷത്തിന് ശേഷം ഇപ്പൊ എങ്ങനെയായിരിക്കും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും, കുട്ടികളെല്ലാമായിട്ട് വളരെ സന്തോഷത്തോടെ, അതാണ് കാണിക്കുന്നത്. ആ ലോങ് ടേം പ്ലാൻ ആണ് നിങ്ങൾ നോക്കുന്നത്. പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. മനസ്സിലായോ? നമ്മളുടെ പേഴ്സൺ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ മന്ദബുദ്ധിയായിട്ട് ചിന്തിക്കണം എന്നല്ല, പക്ഷെ നമ്മൾക്ക് മനസ്സിലാവും കാണുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടോ എല്ലാം. മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേഴ്സൺ എൻ്റെ മാത്രമായിരിക്കണം, അവരുടെ സിസ്റ്റേഴ്സിനോട് മിണ്ടാൻ പാടില്ല, ബ്രദേഴ്സിനോട് മിണ്ടാൻ പാടില്ല, അമ്മയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല, അച്ഛനോടൊപ്പം, ഫ്രണ്ടിനോടൊപ്പം, കൊളീഗിനോടൊപ്പം ഒന്നും സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ റെസ്ട്രിക്ഷൻ വെക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഇവിടെ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരാൻ പറ്റുന്നുണ്ടാവില്ല. മനസ്സിലാവും നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ പേഴ്സണിന്റെ മുകളിൽ ആധിപത്യം വെക്കണമെന്നുണ്ട്. ആദ്യത്തെ റീഡിങ്ങിൽ ഏകദേശം ഇതുപോലെയായിരുന്നു, പക്ഷെ സിറ്റുവേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെ 4 പേര് ഈ പേഴ്സണിന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഭർത്താവാണ് എന്നറിയണം. ഈ പേഴ്സണെ കുറിച്ച് ആരും ചീത്ത പറയാൻ പാടില്ല, അനാവശ്യം പറയാൻ പാടില്ല, ഈ പേഴ്സണിന്റെ പേര് ചീത്തയാവരുതെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എപ്പോഴും സന്തോഷകരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നത് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ടെൻഷൻ എല്ലാം ഉള്ളത്. യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ, മേ ബി കുറച്ച് വർഷങ്ങളോ 1-2 വർഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട് എന്തെങ്കിലും വളരെ അധികമായ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ചിലപ്പോൾ അവർക്കൊരു ഓപ്പറേഷൻ വേണമായിരിക്കും, അതിനുള്ള പൈസ സ്വരുക്കൂട്ടാനായിരിക്കും. മനസ്സിലാവുണ്ടോ? പല കാര്യങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് മനസ്സിലാവാം, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് നിങ്ങളുടെ പേഴ്സണൽ തോന്നുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പഴയ പോലെയാവും, സ്നേഹം തിരിച്ചു വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ പ്രശ്നം കാരണം നിങ്ങൾ നോ കോൺടാക്റ്റിലാണെങ്കിൽ റിലേഷൻഷിപ്പ് തിരിച്ചു വരും. അപ്പൊ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇനിയും വഴക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അകന്ന് നിൽക്കുന്നത്. അല്ലാതെ അവരെ പോയി മീറ്റ് ചെയ്ത് അവരുമായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കേട്ടോ. കുറച്ച് ഡിലേ ഉണ്ടാവും ഇവിടെ റീകൺസീലിയേഷന്. പക്ഷേ ഈ പേഴ്സൺ റീകൺസീലിയേഷൻ ചെയ്യും നിങ്ങളോട്. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ശാഠ്യം പിടിക്കരുത്. പൈസസ് സോഡിയാക് സൈൻ ആണ് ഇവിടെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ റീഡിംഗ്. രണ്ട് റീഡിങ്ങിലും സംശയം മാത്രമാണ്, കാര്യമല്ല ഇതൊന്നും എന്നാണ് പറഞ്ഞത് യൂണിവേഴ്സ്. യൂണിവേഴ്സിനെ വിശ്വസിക്കാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം നമുക്ക് മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി, 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 മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭവാനി. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് ഫാമിലി, ഇമോഷണൽ സപ്പോർട്ട്. നിങ്ങൾ എന്താ പറയുക, 24 മണിക്കൂറും ജോലിയിലായിരിക്കാം. ഈ ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്യുന്നു, എവിടെ നിന്നാണ് പൈസ വരും, മാക്സിമം പൈസ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, അവരുടെ നല്ലതിന്, മക്കളുടെ പഠിത്തം, ഭാര്യ ഭർത്താവ്, ആരുടെയാണെന്ന് വെച്ചാൽ ആർക്ക് വേണ്ടിയിട്ടാണോ, ആരാണ് നിങ്ങളുടെ ഫാമിലി ഉള്ളത് അവർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് സമയമില്ല, കാരണം ഏത് നേരം എനിക്ക് ജോലിയാണ് എന്ന് പറയാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇമോഷണൽ സപ്പോർട്ട് വേണ്ടപ്പോൾ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടാണ് വേണ്ടത്, പൈസ കുറേ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. മനസ്സിന് സമാധാനം ഉണ്ടാവാനും മനസ്സിന് തിരിച്ചറിവ് ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് കേട്ടോ, മനസ്സ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെൽപ്പിംഗ് ഹാൻഡ്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാത്തിനെ കുറിച്ച് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കണം. പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴറാതെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് സൊല്യൂഷൻ നമ്മളുടെ മുമ്പിൽ വരിക. അല്ലാതെ നമ്മൾ പ്രശ്നങ്ങൾ, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇപ്പം നമ്മൾ ടി വി തുറക്കുമ്പോൾ തന്നെ അവിടെ മഴക്കെടുതി നമുക്ക് അങ്ങോട്ട് ടെൻഷനാവും കാണുമ്പോൾ. വീടുകളിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭയങ്കര ടെൻഷനാവും. അപ്പോൾ നമ്മൾക്ക് ഈ ടെൻഷനെല്ലാം കൂടെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യണം? അവരെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത്, സൊല്യൂഷൻ. അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അവിടെ കുട്ടികളുടെ ടോയ്സ് ഒക്കെ ഒഴുകിപ്പോയി, അവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. പിന്നെ നിങ്ങൾ കൗൺസിലറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവിടുത്തെ കൗൺസിലറെയൊക്കെ ഇടപെട്ടിട്ട് അവിടെ എന്ത് സൊല്യൂഷൻ ചെയ്യാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അല്ലാതെ അവിടെ പ്രശ്നമുണ്ട്, അവിടെ ചെന്നിട്ട് ആൾക്കാരോട് സംസാരിച്ച് അവരുടെ ടെൻഷൻ, അവരുടെ കൂടെ ഇരുന്ന് കരഞ്ഞത് കൊണ്ടോ അവരോട് സിമ്പതൈസ് ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല. സൊല്യൂഷൻ നമ്മൾ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ക്രോസ് റോഡ്, നിങ്ങളിപ്പോൾ ഒരു വഴിത്തിരിവിലാണെന്ന് പറയുന്നുണ്ട്. വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, ഒരു വഴിത്തിരിവ്. നിങ്ങൾക്ക് വഴി തുറന്ന് കിടപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു വഴി ചൂസ് ചെയ്യുന്നവരാണ് പല പ്രശ്നങ്ങളിൽ ചെന്ന് ചേരുക. അതല്ല, ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് കറക്റ്റായ വഴി കാണിച്ചു തരണേ ഭഗവാനെ എന്ന്. നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തിനോട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വഴി തെളിഞ്ഞു കിട്ടുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? തേരാളിയാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയ,
വളരെ വിൽ പവർ, വളരെ സ്ട്രോങ് ആയ വിൽ പവർ ഉള്ള ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ, ഒരു സിനിമയിൽ ഒരാൾ പറയില്ലേ, നായികൻ പറയും ഞാൻ ഒറ്റയ്ക്ക് പടവെട്ടി വന്നതാണ് എന്ന് പറയില്ലേ, അത് തന്നെ. ഈ പേഴ്സൺ സ്വന്തം വളരെ മനോധൈര്യമുള്ള ഒരാളാണ്. അപ്പോൾ സ്വന്തം ചില സമയത്ത് സെൽഫിഷ് ആയിരിക്കും, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ, സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം അറിയുന്ന ആൾ, അങ്ങനെയും ആകാം. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഇതൊരു തേരാളിയാണ്. ഒരു തേരിൽ ഈ തേരാളി മുമ്പോട്ട് പോവാണ്. തേരാളിയുടെ കുതിരയ്ക്ക് പകരം ഇവിടെ സ്വിങ്സ് ആണ്, ആ ഈജിപ്ഷ്യൻ ആനിമൽ. അപ്പോൾ ആ സ്വിങ്സ് രണ്ടും രണ്ട് സൈഡിലേക്കാണ് ഈ തേര് വലിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവരുടെ കൺട്രോളിൽ നമ്മുടെ തേര് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ തോന്നിയിടത്തേക്ക് കൊണ്ട് ഇവർ തമ്മിൽ അടിയാണ്, ഇവർ തമ്മിൽ ചേരില്ല. എന്നുവെച്ചാൽ നമ്മളെ ജീവൻ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തേരാളി കടിഞ്ഞാണ് മുറുക്ക പിടിച്ചേക്കുകയാണ്, ഇവരെ കൺട്രോൾ ചെയ്യുന്ന തേരാളിയാണ്. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ കൺട്രോൾ ഇഷ്യൂസ് ഉള്ള ഒരു എനർജിയാണ്, അല്ലെങ്കിൽ സ്വന്തം ജീവിതം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. മറ്റുള്ളവരുടെ കൺട്രോളിൽ എൻ്റെ ജീവിതം വിട്ടുകൊടുക്കാൻ പറ്റില്ല, മറ്റുള്ളവർ പറയുന്ന പോലെ ഞാൻ ജീവിക്കില്ല എന്ന ഒരു എനർജിയും കൂടെ. അത് കുഴപ്പമില്ല, അത്രത്തോളം കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ എൻ്റെ കൺട്രോളിൽ നിൽക്കണം എന്നൊരു ചിന്ത വരുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത് ക്യാൻസർ സോഡിയാക് സൈൻ ആണ്. ഭവാനെ, അപ്പം നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. Two of Pentacles, Eight of Wands റിവേഴ്സും, Seven of Swords റിവേഴ്സും. ഇവിടെ കള്ളത്തരമൊന്നുമില്ല, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളാണ്, എല്ലാം സാവധാനം ചെയ്യുന്ന ഒരാളാണ്, എടുത്തു ചാടി ഡിസിഷൻ ഒന്നും എടുക്കാത്ത ഒരു എനർജിയാണ്, വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ഇപ്പം തീരുമാനം അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇഗ്നോർ ചെയ്യും, നിങ്ങൾക്ക് ഹേർട്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി ചീത്ത പറയും, വളരെ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചീത്ത പറയും, കാരണം കുറച്ച് നേരം നിങ്ങൾ മിണ്ടാതിരിക്കാൻ, അങ്ങനത്തെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പം കുറേ അധികം കാര്യങ്ങൾ ഉള്ളപ്പോൾ ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് അറിയാൻ വേണ്ടി അത് വളരെയധികം സമയമെടുത്ത് പഠിച്ചതിന് ശേഷം ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയാണിത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സംശയം ശരിയാണോ? നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയോ സംശയമുണ്ട് റിലേഷൻഷിപ്പിൽ, അത് ശരിയാണോ? ഇതാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം, നിങ്ങളുടെ സംശയം ശരിക്കും ഉള്ളതാണോ അതോ നിങ്ങളുടെ തോന്നലാണോ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ സംശയം വാസ്തവത്തിൽ ഉണ്ടോ, നടക്കുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ, സംശയിക്കുന്ന പോലെ? ഇവിടെ യെസ് ആണ് പറയുന്നത്. നമ്മളുടെ ആദ്യത്തെ ചോദ്യം ഓക്കെ, രണ്ടാമത് നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ സംശയം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ആണ് പറയുന്നത്. ഈ പേഴ്സൺ എന്തോ ഒരു പ്ലാനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു കാര്യം തീരുമാനിക്കുക. അതുകൊണ്ടാണ് 2 കാണിച്ചത്, ഇവിടെയും 2 കാണിക്കുന്നത്. ഒരു ചോയ്സ് എടുക്കാൻ പോവാണ് നിങ്ങളുടെ പേഴ്സൺ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം നിങ്ങൾ എന്താണ് സംശയിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ സംശയം ശരിയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. വളരെയധികം പ്ലാനിങ്ങോട് കൂടി മുമ്പോട്ട് പോകുന്നത് അത് നമ്മൾ കണ്ടു. ചാരിയറ്റ് ഈ പേഴ്സൺ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഈ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ചോയ്സ് എടുക്കാൻ പോകുന്നത്. ചോയ്സ് കഴിഞ്ഞാൽ ഉടനെ ആക്ഷനിലേക്ക് പോകും. ആ ചോയ്സ് എടുക്കാനാണ് സമയമെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ആക്ഷനിലേക്ക് പോകും. വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. ആർക്കും ഈ പേഴ്സണെ മാറ്റാൻ പറ്റില്ല. ലവേഴ്സാണ്. സോൾമേറ്റ് കണക്ഷൻ, അതിൻ്റെ പുറകെ പോകാനാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ. അപ്പോൾ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്, റിഗ്രറ്റ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉപേക്ഷിച്ചായിരിക്കാം ഈ പേഴ്സണ് പോകേണ്ടി വരിക. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ട് ഒരു സോൾമേറ്റ് കണക്ഷൻ്റെ പുറകെ പോകാനും ചാൻസ് ഉണ്ട്. ഇത് ജെമിനി സോഡിയാക് സൈൻ ആണ്. അതിൽ കുറേ റിഗ്രറ്റ് ഒക്കെ ഉണ്ട്. റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് കൊണ്ട് ഈ പേഴ്സണ് വളരെയധികം റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ
ഈ പേഴ്സൺ വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റി ആയതുകൊണ്ട് ഈ കാര്യമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ സംശയം? അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ സംശയം? എന്താണ് നിങ്ങളുടെ സംശയം? ഭഗവാനെ, നിങ്ങൾ എന്താണ് ഇവിടെ സംശയിക്കുന്നത്? ലവ്, പുതിയൊരു ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ചെന്ന് കയറിയിട്ടുണ്ട്. ആരോ നിങ്ങളുടെ പേഴ്സൺ ഒരു പുതിയ ലവ് ഓഫർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ലവ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നിങ്ങളുടെ സംശയം. ഒബ്സെസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നാണ് നിങ്ങളുടെ സംശയം. അയ്യോ, നിങ്ങളുടെ സംശയം ശരിയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ വളരെയധികം മനപ്പൊരുത്തമുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സെസ്ഡ് ആണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോ ആരെങ്കിലും അപ്പം നിങ്ങളുടെ ലൈഫിലുള്ള ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ സഹിക്കില്ല. അത്ര ദേഷ്യം വരും, ഭയങ്കരമായിട്ട് പ്രതികരിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതാണ് കാരണം, വളരെ സ്ട്രോങ് ആയ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തും, അങ്ങനത്തെ ഒരു എനർജിയാണ്. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്, ലവ് ആണിത്. അപ്പം നിങ്ങൾ സംശയിക്കുന്നത് ശരിയാണ്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾക്കിവിടെ അധികം ഒന്നും ചെയ്യാൻ ഇല്ല. നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന്. കഷ്ടമുണ്ട് കേട്ടോ, സോറി. പക്ഷേ ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ചാണ്, തീരുമാനമെടുത്തിട്ടില്ല. തീരുമാനമെടുക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും. പക്ഷേ ഈ പേഴ്സൺ ഭയങ്കര ഒബ്സസ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്ന് ഈ റിലേഷൻഷിപ്പ് തകർന്നു പോകാനും ചാൻസ് ഉണ്ട്. എല്ലാ ട്വിൻ ഫ്ലെയിം കണക്ഷനും എല്ലാ സോൾമേറ്റ് കണക്ഷനും എപ്പോഴും ഒരുമിക്കണമെന്നില്ല. വിധി ആണ് തീരുമാനിക്കുക, അല്ലെങ്കിൽ ദൈവമാണ് തീരുമാനിക്കുക. മനസ്സിലായോ? അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളെ ഉപേക്ഷിച്ചിട്ട് ഇന്നലെ കണ്ട ഒരാളുടെ പുറകെ പോവുക, അല്ലെങ്കിൽ ഇന്ന് കണ്ട ഒരാളുടെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, കാര്യമല്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ പേഴ്സൺ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ പേഴ്സൺ പോകാനിടവരരുതേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇവർ തമ്മിൽ ഭയങ്കര മനപ്പൊരുത്തമാണെന്ന്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഒബ്സെസ്ഡ് ആണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും വിചാരിക്കുന്നത് ഇതൊരു ട്രൂ ലവ് ആണെന്നാണ് പേഴ്സണും തോന്നല്. മനസ്സിലായോ? അപ്പോൾ അത് വിട്ട് കളഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാകും. മനസ്സിലായോ? നമുക്ക് സ്നേഹം എന്ന കാര്യം ചിലപ്പോൾ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റിയെ കിട്ടുകയുള്ളായിരിക്കാം. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ വിട്ട് കളഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്കത് കിട്ടിയില്ലെങ്കിലോ എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇത് നിങ്ങളെ വേണോ തേർഡ് പാർട്ടിയെ വേണമെന്ന് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് കുത്തിയിരുന്ന് ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ തീരുമാനം എടുത്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സംശയം ശരിയാണ്, പേഴ്സൺ ഒരു സോൾമേറ്റ് കണക്ഷനെ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിനിടയിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ റിലേഷൻഷിപ്പ്? നമ്മൾ യെസ് ഓർ നോ ആണ് ചോദിക്കുന്നത്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. യൂണിവേഴ്സ് പറയുന്ന യെസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം ഈ റിലേഷൻഷിപ്പ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയതെന്ന് നമുക്കറിയില്ല. നമ്മളൊരു സിറ്റുവേഷനിൽ ഹാപ്പി ആണെങ്കിൽ നമ്മൾ വേറൊരു സിറ്റുവേഷൻ്റെ പുറകെ പോവില്ല. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എന്താണ് പ്രശ്നം? ആദ്യം നിങ്ങളത് അവലോകനം ചെയ്യുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ സൈഡിൽ നിന്നല്ല ഉള്ള പ്രശ്നമാണോ? നോക്ക്, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അതൊന്ന് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക, അതൊന്ന് തിരുത്താൻ നോക്കുക. സംസാരിച്ച് തിരുത്താൻ പറ്റുമെങ്കിൽ അത് വഴക്കടിക്കാതെ. മനസ്സിലായി? നമ്മളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ചെറിയൊരു ഉത്തരവാദിത്തമെങ്കിലും നമ്മളുടെ സൈഡിലുണ്ടാവും. നമ്മളത് കണ്ണട ചിരുട്ടാക്കുകയോ നമ്മൾ മനസ്സിലാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എല്ലാ സിറ്റുവേഷനിലും രണ്ട് സൈഡ് ഉണ്ടാവും. രണ്ട് സൈഡിൽ നിന്നുള്ള പ്രശ്നം കൊണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഈ പേഴ്സണോടൊന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങൾ അധികം സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്ന ആളാണ്, പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണെങ്കിലൊക്കെ അതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. മജിഷ്യനാണ്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു
സിറ്റുവേഷൻ. അപ്പം ഇപ്പോഴും നിങ്ങളുടെ കോർട്ടിലാണ് ബോൾ എന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് പ്രാർത്ഥനയിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആവാം. മനസ്സിലായോ? അപ്പം മജിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ എവിടെയെങ്കിലും പ്രവർത്തിക്കണം. ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആകും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തി ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളുടെ മനസ്സിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറഞ്ഞത്. വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരു പൊട്ടിത്തെറി ഉണ്ടാവും പേഴ്സണോട് സംസാരിച്ചാൽ. കാരണം നിങ്ങളോട് പറയാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൊബൈൽ ചെക്ക് ചെയ്തപ്പോഴോ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞ ആരോടോ നിങ്ങൾ സംസാരിച്ചപ്പോഴായിരിക്കാം നിങ്ങൾ ഈ കാര്യം അറിഞ്ഞത്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ പേഴ്സണോട് നേരിട്ട് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. കാരണം അപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. അതൊക്കെ കൊണ്ടിട്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷെ യൂണിവേഴ്സ് പറഞ്ഞാൽ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടും കൽപ്പിച്ച് കൺഫ്രണ്ട് ചെയ്യുക, ഫേസ് ചെയ്യുക ഈ പേഴ്സണെ. കാര്യങ്ങൾ അറിഞ്ഞു, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നമ്മളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം, ഇത് നിങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ. ജെമിനായി ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഗൈഡൻസ്, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സിന്റെ? സ്റ്റാർ. ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിന് ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ സെൽഫിഷ്നെസ്, നമുക്ക് സ്വാർത്ഥത ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നത് നിന്റെയും കൂടെ നല്ലതിന് കൂടെ വേണ്ടിയല്ലേ എന്ന് നിങ്ങൾ പറയുമ്പോഴും അത് മറ്റേ ആൾക്കും കൂടെ തോന്നണ്ടേ? അത് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റേ ആളുടെ നല്ലതിന് വേണ്ടിയിട്ട്. അയാളോട് ചോദിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് നിനക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് അയാളോട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്തോളൂ. പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ നാക്ക് കുറച്ച് ഇതാണ്. കാരണം വായി തോന്നുന്ന പറയുന്നതും ചിന്തിക്കാതെ വർത്താനം പറയുന്നതൊക്കെ നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അത് മറ്റുള്ളവരെ എങ്ങനെ ഹേർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഈ ക്യാൻസർ സോഡിയാക് സൈൻ ആണ് നിങ്ങളുടെ ഇവിടെ. പിന്നെ ആ മൂൺ കാർഡ് വന്നിട്ടുണ്ട്, അതും ക്യാൻസർ പൈസസ് ആണ്. ഇമോഷണൽ ആളുകളാണ്. നിങ്ങളോട് വളരെ ശാന്തമായിട്ട് സംസാരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പക വളരും. നിങ്ങൾ വളരെ റൂഡായിട്ട് അവരോട് സംസാരിച്ച് അവർക്ക് പെട്ടെന്ന് ഹേർട്ട് ചെയ്യും. അവർ പറയില്ലെങ്കിലും നിങ്ങളോട് പറയും. കാരണം നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവട്ടോ? അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ വാക്കുകൾ, എൻ്റെ സ്വഭാവം അവർക്ക് അറിയാമല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്കത് ഹേർട്ടാവും. ആ ഹേർട്ട് ഇങ്ങനെ ഉള്ളിൽ ഘനീഭവിച്ച് ഒരു പോയിസൺ ട്രീ എന്ന് പറഞ്ഞൊരു പോയം ഉണ്ട്. ഒരു ഇംഗ്ലീഷ്, ആരാണ്, ബ്ലേക്ക്, എനിക്ക് ഓർമ്മയില്ല അതാരാണ്, വില്യം ബ്ലേക്കിൻ്റെ ആണോ എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്ത് പോയിസൺ ട്രീയിൽ പറയുന്നുണ്ട്, ഈ വിഷം മറ്റുള്ളവരുള്ള വൈരാഗ്യം നമ്മൾ ഉള്ളിൽ വെക്കുമ്പോൾ അത് വലിയൊരു വിഷമരമായിട്ട് മാറും. നമ്മളെ കൊല്ലും, അത് കൂടെ മറ്റുള്ളവരെയും ഉപദ്രവിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ഉള്ളിൽ ഘനീഭവിച്ച് കിടക്കുന്ന ഈ വൈരാഗ്യം ആണ് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഈ പേഴ്സണെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ സംസാരം കൊണ്ടാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എപ്പോഴും പേഴ്സണെ ഉപദ്രവിക്കും വാക്കുകൾ കൊണ്ട്. വാക്കുകൾ കത്തിയേക്കാളും മൂർച്ചയുണ്ടെന്ന് പറയുക. അതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കും മറ്റേ ചങ്കിലാണ് തറയ്ക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. പക്ഷെ അവർ മറക്കുന്നില്ല. കാരണം അവരുടെ നെഞ്ചിൽ മുറിവേറ്റിട്ടുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ വഴക്കടിക്കുന്നത് കുറയ്ക്കുക. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അച്ഛനെയോ അമ്മയെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികൾക്ക് അത് വേദനയാവും. അവർക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ അതൊരു വലിയൊരു വേദനയായിട്ട് നിൽക്കും. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെയോ ഭാര്യയോ ഇൻസൾട്ട് ചെയ്യുന്നത് നിർത്തുക എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്നേഹം എന്ന കാര്യം പ്രകടിപ്പിക്കാനുള്ളതാണ് പറയുന്നത്. നിങ്ങൾ പ്രകടിപ്പിക്കാതെ ഉള്ളിലെ സ്നേഹം വെച്ചിട്ട് ഈ പേഴ്സണ് സ്വാതന്ത്ര്യം കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയായിരിക്കും, ഇൻസെക്യൂരിറ്റി ആയിരിക്കും. പേഴ്സൺ വേറെ ആരോടെങ്കിലും സംസാരിച്ച് അവരോട് പോയാലോ എന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടായിരിക്കും പ്രശ്നം ഉണ്ടായത്. എന്തായാലും നിങ്ങളുടെ സംശയം ശരിയാണ്. ഈ പേഴ്സണോട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ട്, അതിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ചിലപ്പോൾ ഈ പേഴ്സൺ അവിടെ നിന്ന് പോകണമെന്നില്ല. മനസ്സിലായി? നിങ്ങളുടെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തുക. പിന്നെ പ്രാർത്ഥിക്കണം. ക്രോസ് റോഡ്, നിങ്ങളൊരു വഴിത്തിരിവിലാണെന്ന്. ശരിയാണ്, നിങ്ങളുടെ ജീവിതം ഒരു വഴിത്തിരിവിലാണ്. പിന്നെ നിങ്ങൾ സൊല്യൂഷൻസ് കണ്ടെത്തണമെന്ന് യൂണിവേഴ്സ് പറഞ്ഞു. പിന്നെ യൂണിവേഴ്സ് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു.
പിന്നെ നിങ്ങളോട് ഫാമിലിയെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലാവുണ്ടോ? ഇതെല്ലാമാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജസ്. ഇവിടെ ക്യാൻസർ, പൈസസ്, സാജിറ്റേറിയസ് ഉണ്ട്, ഇവിടെ അക്വാരിയസ് ഉണ്ട് കേട്ടോ, ബർഗോ പൈസസ് ഉണ്ട്. അപ്പം ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ജെമിനായി, സ്കോർപ്പിയോ, കാപ്രിക്കോൺ, ജെമിനായി പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാൻസറാണ്. ഇത്രയും സോഡിയാക് സൈനാണ് സ്ട്രോങ് ആയിട്ട് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലമാണ്. ആവശ്യമില്ലാതെ വെള്ളം അധികമുള്ള സ്ഥലങ്ങളിലൊന്നും പോകാതിരിക്കുക. പലരും ഒഴുക്കിലൊക്കെ പെട്ടു എന്ന് പറഞ്ഞു, മാറ്റി വെക്കുക, പിന്നീട് പോകാമല്ലോ. ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ നമ്മളുടെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതെപ്പോഴും ഓർക്കുക കേട്ടോ. സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ടേക്ക് കെയർ. സി യു. ബൈ ബൈ.